We will discuss about building rules and regulations. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് ബിൽഡിംഗ് റൂൾസ്, എന്തിനു വേണ്ടിയാണ് ബിൽഡിംഗ് റെഗുലേഷൻസ്? അപ്പോൾ നമ്മളൊരു ഒരു ഒരു പുതിയ ഏതെങ്കിലും ഒരു സ്ട്രക്ചർ കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് അത് നമ്മൾ ആദ്യം നമുക്കൊരു എന്താ പറയുക പെർമിറ്റ് കിട്ടണം. പെർമിറ്റ് അല്ലെങ്കിൽ നമ്മളുടെ ഗവൺമെൻറ് അല്ലെങ്കിൽ ലോക്കൽ ബോഡീസിന് നമുക്കൊരു കൺസെൻറ്റ് കിട്ടണം ഇല്ലേ? ബിൽഡിംഗ് പണിയാനായിട്ട് അവർ പറയും ഓക്കെ ഇന്ന കാര്യങ്ങളൊക്കെ കറക്റ്റാണ്, അപ്പോൾ നിങ്ങൾക്ക് കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളത്. അപ്പം അതിനു വേണ്ടി certain building rules or building codes has set up. അപ്പോൾ ഏതൊക്കെയാണ് അങ്ങനെയുള്ള ബിൽഡിംഗ് കോഡുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ബിൽഡിംഗ് കോഡ്സ് or building control is a set of rules that specify the minimum standard for construction of objects such as building and non-building structures. അപ്പോൾ ഏതൊരു സ്ട്രക്ചർ കൺസ്ട്രക്ട് ചെയ്യുന്നതിന് മുന്നേ ഫോളോ ചെയ്യേണ്ട കുറച്ച് കോഡ് അല്ലെങ്കിൽ റൂൾസ്, അതൊരു കോഡ് ഫോമിൽ, കോഡ് എന്ന് പറഞ്ഞാൽ ഒരു ബുക്ക് അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യണം, അതിൻ്റെ ഒരു സ്പെസിഫിക്കേഷൻ പോലെ ഒരു കോഡ് സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. ആ ഒരു കോഡ് ഫോളോ ചെയ്താലേ നമുക്കൊരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റുള്ളൂ. സോ എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ബിൽഡിംഗ് കോഡ് അല്ലെങ്കിൽ ബിൽഡിംഗ് കൺട്രോൾസ് സെറ്റപ്പ് ചെയ്തിട്ടുള്ളത്? സോ ഇത് നിങ്ങൾക്ക് എപ്പോഴും എക്സാമിന് ചോദിക്കുന്നതാണ്, റെലവൻസ് ഓഫ് ബിൽഡിംഗ് കോഡ്. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് ബിൽഡിംഗ് കോഡ്സ് അല്ലെങ്കിൽ ബിൽഡിംഗ് റൂൾസ് പ്രൊവൈഡ് ചെയ്യുന്നത്? So main purpose is to protect building health, public health, safety and general welfare as they are related to construction and occupancy of the building. എന്തിനു വേണ്ടിയിട്ടാണ് ആ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത്? നമ്മളൊരു വീട് പണിയാണെങ്കിൽ എന്താണ്, അവിടെ നമ്മളാണ് താമസിക്കുന്നത് അല്ലേ? അപ്പം നമുക്ക് വേണ്ട ഹെൽത്ത് അല്ലെങ്കിൽ ഒരു ടൗൺ എടുക്കുകയാണെങ്കിൽ ആ ടൗണിൽ ഒരേ കോഡ് അല്ലെങ്കിൽ ഒരു ലോ സെറ്റപ്പ് ചെയ്യുന്ന സമയത്ത് ആ ഒരു ലോ അനുസരിച്ച് മാത്രമേ അവിടെയുള്ള ബിൽഡിങ്സ് കൺസ്ട്രക്ട് ചെയ്യുള്ളൂ. അല്ലെങ്കിൽ ഏതൊരു തരത്തിലുള്ള കൺസ്ട്രക്ഷൻ ആണെങ്കിലും ഒരു ലോ അല്ലെങ്കിൽ ഒരു കോഡിൻ്റെ സഹായത്തോടെ നടക്കുള്ളൂ. അങ്ങനെ ഒരു കോമൺ ലോ അല്ലെങ്കിൽ കോമൺ കോഡ് സെറ്റപ്പ് ചെയ്യുമ്പോൾ അത് പബ്ലിക് ഹെൽത്ത് ഉണ്ടാക്കും, പബ്ലിക് സേഫ്റ്റി ആൻഡ് ജനറൽ വെൽഫെയർ. ഇത്തരം കാര്യങ്ങളാണ് മെയിൻ പർപ്പസ്. ആൻഡ് ബിൽഡിംഗ് കോഡ് കൺസേർവ്സ് എനർജി ആൻഡ് ബിൽഡിംഗ് കോഡ് പ്രൊട്ടക്ട്സ് ഫ്യൂച്ചർ ഹോം പർച്ചേസേഴ്സ് who deserve reasonable assurance. ഒരു സെക്കൻഡ്. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത് ബിൽഡിംഗ് കോഡ് ഓർ ബിൽഡിംഗ് കൺട്രോൾ. ബിൽഡിംഗ് കൺട്രോൾ അല്ലെങ്കിൽ ബിൽഡിംഗ് കോഡ്സ് എന്ന് പറയുന്നത് സെറ്റ് ഓഫ് റൂൾസ് ദാറ്റ് സ്പെസിഫൈ ദ മിനിമം സ്റ്റാൻഡേർഡ് ഫോർ കൺസ്ട്രക്റ്റഡ് ഒബ്ജെക്ട്സ് സച്ച് ആസ് ബിൽഡിംഗ് ആൻഡ് നോൺ ബിൽഡിംഗ് സ്ട്രക്ചേഴ്സ്. അപ്പോൾ ഏതൊരു സ്ട്രക്ചർ കൺസ്ട്രക്ട് ചെയ്യുന്നതിന് മുന്നേ ഒരു സെറ്റ് ഓഫ് ബിൽഡിംഗ് കോഡ് അല്ലെങ്കിൽ ഒരു റൂൾസ് ഫോളോ ചെയ്തേ നമുക്കൊരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ദെൻ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് പബ്ലിക് ഹെൽത്തിന് വേണ്ടി, സേഫ്റ്റിക്ക് വേണ്ടി ആൻഡ് ഫോർ ജനറൽ വെൽഫെയർ.
Then building code conserves energy. ഒരു സെറ്റ് ഓഫ് കോഡ് പ്രിവെയിൽ ചെയ്യുന്നുണ്ട് ഒരു ഏരിയാസിൽ. അപ്പോൾ ആ ഒരു ഏരിയ എന്ന് പറയുന്നത് ചിലപ്പം എൻവയോൺമെൻറ്റൽ കൺസിഡർ ചെയ്യേണ്ട ഒരു ഏരിയ ആണെങ്കിൽ അവിടെ എന്താണ്, അവിടെ നമുക്ക് ഇപ്പം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും എൻവയോൺമെൻറ്റൽ ഇമ്പാക്റ്റ് ആക്ട് എന്നൊക്കെ പറഞ്ഞിട്ട്, പരിസ്ഥിതി ലോല പ്രദേശങ്ങൾ എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? ഹലോ, ഓക്കെ. അപ്പം അങ്ങനെയുള്ള ഏരിയകളിലൊക്കെ നമുക്ക് ബിൽഡിങ്സ് കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് ഈ പറയുന്ന ലോസ് ഒക്കെ ഇല്ലെങ്കിൽ എങ്ങനെ വേണമെങ്കിലും ആൾക്കാർക്ക് ബിൽഡിംഗ് പണിയാം. അങ്ങനെ എന്താകും, ആ എൻവയോൺമെന്റിനെ അത് അഫക്റ്റ് ചെയ്യും. അപ്പോൾ ഈ ലോസ് എന്നൊക്കെ പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ബേസിക്കലി എൻവയോൺമെന്റലിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടും ആൻഡ് ഓൾസോ ഫോർ പബ്ലിക് ഹെൽത്ത് ആൻഡ് സേഫ്റ്റി. Then building code protects future home purchasers who deserve reasonable assurance about the safety of home. ഒരു വീട് പുതിയതായിട്ട് നിങ്ങൾ മേടിക്കുകയാണ്, ഒരാൾ ഓൾറെഡി കൺസ്ട്രക്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ബിൽഡിംഗ് പുതിയതായിട്ട് മേടിക്കുന്ന സമയത്ത് നമുക്കറിയില്ല എങ്ങനെയാണ് ആ വീട് കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളതെന്ന്. വിൽക്കുന്ന ആൾ ചിലപ്പം ഏതെങ്കിലും തരത്തിൽ വലിയ സേഫ്റ്റി ഒന്നും ഇല്ലാതെയാണ് ആ വീട് പണിതിട്ടുള്ളതെങ്കിൽ വൺസ് നമ്മൾ മേടിച്ചു കഴിഞ്ഞാൽ ആ വീടിനുള്ള സേഫ്റ്റി നമുക്ക് ഒട്ടും അഷ്യൂർഡ് ആവില്ല. അങ്ങനെ ഒരു സമയത്ത് ഇങ്ങനെ ഒരു ബിൽഡിംഗ് റൂൾസ് പ്രിവെയിൽ ചെയ്യുന്നുണ്ടെങ്കിൽ എന്തായാലും ആ ഒരു സ്ട്രക്ചർ പണിയാൻ നേരം ഇത്രയും ലോസ് ഒക്കെ ഫോളോ ചെയ്തിട്ട് തന്നെയായിരിക്കും ആ ഒരു വീട് പണിതിട്ടുണ്ടാവുക അല്ലേ? അപ്പോൾ ഇങ്ങനെ ബിൽഡിംഗ് കോഡ്സ് ഉണ്ടെങ്കിൽ ഇറ്റ് പ്രൊട്ടക്ട്സ് ഫ്യൂച്ചർ ഹോം പർച്ചേസേഴ്സ്. ഒരാൾ വീട് പണിത് വേറൊരാൾക്ക് വിൽക്കുന്ന സമയത്ത്, നമ്മളൊരു പുതിയ വീട് മേടിക്കുന്ന സമയത്തൊക്കെ നമുക്കൊരു അഷ്വറൻസ് ഉണ്ട് ഇല്ലേ, ഇന്ന വീട് ഇന്ന റൂൾസ് ഒക്കെ വെച്ച് പണിതതായിരിക്കും. അപ്പോൾ എത്രയൊക്കെ ആണെങ്കിലും ഒരു മിനിമം സേഫ്റ്റി ആ ഒരു വീടിന് ഉണ്ടാകും. ഓക്കെ. ദ കോഡ് ഫോളോഡ് ഇൻ ഇന്ത്യ ഈസ് NBC. ഇന്ത്യയിൽ നമ്മൾ ഫോളോ ചെയ്യുന്ന ബിൽഡിംഗ് കോഡ് എന്ന് പറയുന്നത് നാഷണൽ ബിൽഡിംഗ് കോഡ് NBC ആണ്. ആൻഡ് ഇറ്റ് ഈസ് ഡെവലപ്ഡ് ബൈ ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ്. അപ്പം ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത് ഒരു ഇന്ത്യൻ സൊസൈറ്റിയാണ്. അതായത് ബ്യൂറോ നമുക്ക് എല്ലാ കാര്യങ്ങൾക്കും, ഇപ്പം നോട്ട് ഓൺലി ഇവൻ ഇൻ കൺസ്ട്രക്ഷൻ, ഇൻ എനി കേസ് വി ഹാവ് സർട്ടൻ സ്റ്റാൻഡേർഡ്സ്. നമുക്കൊരു എന്ത് കൺസ്ട്രക്ഷൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഏതൊരു കാര്യത്തിനെടുത്താലും ചില സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. അങ്ങനെ ഇന്ത്യയിൽ സ്റ്റാൻഡേർഡ്സ് നിശ്ചയിക്കുന്ന അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ്സ് ഡെവലപ്പ് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷനാണ് ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ്. അപ്പം ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് IS കോഡ് അല്ലെങ്കിൽ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് കോഡ് എന്ന് പറഞ്ഞിട്ട് ഒരു സെറ്റ് ഓഫ് കോഡുകൾ അവർ റിലീസ് ചെയ്യും. അതിന് ഓരോ ഇയർ കഴിയുമ്പോൾ അതിന് ചെറിയ മോഡിഫിക്കേഷനും ഓൾട്ടറേഷനും ഒക്കെ വരും. അങ്ങനെ IS1, IS2, IS3, IS4 അങ്ങനെ സെറ്റ് ഓഫ് IS കോഡുകളുണ്ട്. മെയിൻലി സിവിൽ എഞ്ചിനീയറിംഗിൽ എല്ലാ തരത്തിലുള്ള കൺസ്ട്രക്ഷനും, ഇപ്പോൾ ഈവൻ കോൺക്രീറ്റിന് ഒരു IS കോഡ് ഉണ്ട്, സ്റ്റീൽ കൺസ്ട്രക്ഷൻ ആണെങ്കിൽ ഒരു IS കോഡ് ഉണ്ട്. അതുപോലെ നിങ്ങൾ എടുക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും ഒരു സർട്ടൻ IS കോഡ് ഉണ്ടാകും. ഓക്കെ. IS1 എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ നാഷണൽ ഫ്ലാഗ്. നമ്മുടെ നാഷണൽ ഫ്ലാഗിൻ്റെ കോഡാണ് IS1 എന്ന് പറയുന്നത്. അപ്പം ഈ സിവിൽ എഞ്ചിനീയറിംഗിന്റെ ഭാഗമായിട്ട് മാത്രമല്ല ഏതൊരു കാര്യത്തിനും ഒരു IS കോഡ് ഉണ്ട്. അതെന്തിനു വേണ്ടിയിട്ടാണ്? ഒരു നാഷണൽ വൈഡ് ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ സെറ്റപ്പ് ചെയ്യുന്ന കോഡുകളെയാണ് നമ്മൾ ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത്, IS കോഡുകൾ എന്ന് പറയും. അങ്ങനെ ആ ഒരു കോഡുകൾ ഉണ്ടാക്കുന്ന ബ്യൂറോ ആണ് ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്. അവർ തന്നെയാണ് നാഷണൽ ബിൽഡിംഗ് കോഡ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ബിൽഡിങ്സ് കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് ഫോളോ ചെയ്യേണ്ട റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒരു കോഡിന്റെ രൂപത്തിൽ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. മനസ്സിലായോ? So National Building Code is a comprehensive code to provide guidelines for regulating building activities across the country. ഒരു കൺട്രി, നമ്മളുടെ ഇന്ത്യയിൽ എവിടെ ഒരു കൺസ്ട്രക്ഷൻ നടന്നാലും ആ ഒരു ബിൽഡിംഗ് ആക്ടിവിറ്റിക്ക് വേണ്ട ഗൈഡ് ലൈൻസും അതിൻ്റെ റെഗുലേഷൻസും കൊടുക്കുന്നത് നാഷണൽ ബിൽഡിംഗ് കോഡാണ്. And it was introduced by Planning Commission of India to unify and standardize the construction practices in the country soon after third 5-year plan. മൂന്നാമത്തെ 5-year പ്ലാനിന് ശേഷം ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത് പ്ലാനിംഗ് കമ്മീഷൻ ഓഫ് ഇന്ത്യ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളതാണ് നാഷണൽ ബിൽഡിംഗ് കോഡ്. അപ്പോൾ ഇന്ത്യയിൽ എല്ലാ മുനിസിപ്പാലിറ്റിയും അല്ലെങ്കിൽ എല്ലാ ലോക്കൽ അതോറിറ്റീസ്, ഈവൻ മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ കോർപ്പറേഷൻ അതുപോലെയുള്ള എല്ലാ ലോക്കൽ അതോറിറ്റീസിനും അവരുടേതായിട്ടുള്ള ഓരോ ബിൽഡിംഗ് കോഡ്സ് ഉണ്ട്. ഇന്ത്യക്ക് മൊത്തമായിട്ട് നാഷണൽ ബിൽഡിംഗ് കോഡ് എന്ന് പറഞ്ഞിട്ട് ഒരു കോഡ് ഉണ്ട്. അതിൻ്റെ അണ്ടറിൽ
ഓരോ ഇൻഡിവിജ്വൽ ലോക്കൽ അതോറിറ്റീസിന്, അത് മുനിസിപ്പാലിറ്റി ആവാം, പഞ്ചായത്ത് ആകാം, നമ്മുടെ കോർപ്പറേഷൻ ആകാം, അങ്ങനെയുള്ള ഇൻഡിവിജ്വൽ ലോക്കൽ ബോഡീസിന് അവരുടേതായിട്ട് their own ബിൽഡിംഗ് കോഡ്സ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. സോ വൺസ് നമ്മളൊരു വീട് കൺസ്ട്രക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എന്ത് വേണം, നമ്മളുടെ വീടിരിക്കുന്ന അതോറിറ്റി, ഈവൻ പഞ്ചായത്ത് ആണെങ്കിൽ പഞ്ചായത്തിൽ നിന്ന് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് നമുക്ക് എന്ത് വേണം, കൺസെന്റ് കിട്ടണം. ആ ഒരു കൺസ്ട്രക്ഷൻ നമ്മുടെ പ്ലാനൊക്കെ നമ്മൾ സബ്മിറ്റ് ചെയ്യും ഇല്ലേ, വീടൊക്കെ പണിതവർക്ക് അറിയാം. അതായത് ഇപ്പോൾ വീട്ടിൽ ഓൺഗോയിങ് കൺസ്ട്രക്ഷൻ ഒക്കെ നടക്കുന്നവർക്ക് ചിലപ്പോൾ അറിയായിരിക്കും, നമ്മൾ വീട് പണിയുന്നതിന് മുന്നേ എന്ത് ചെയ്യും, പ്ലാനൊക്കെ സബ്മിറ്റ് ചെയ്യും പഞ്ചായത്തിലോ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിലോ. അവരെന്ത് ചെയ്യും, ആ പ്ലാനും ഒക്കെ വന്ന് അനലൈസ് ചെയ്തിട്ട് നമുക്ക് കൺസെന്റ് തരും. ഓക്കെ, ഇതൊക്കെ ഓക്കെ ആണ്, നിങ്ങൾക്ക് കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളത്. അപ്പം ഇവർ കൺസെന്റ് തരുന്നത് അല്ലെങ്കിൽ അവർ പെർമിറ്റ് തരുന്നത് എങ്ങനെയാണ്, ഈ പറയുന്ന നാഷണൽ ബിൽഡിംഗ് കോഡ് ഒക്കെ വഴിയാണ്. അതായത് ബിൽഡിംഗ് കോഡിൽ സർട്ടൻ ഗൈഡ് ലൈൻസ് ഉണ്ടാവും. ഈ ഗൈഡ് ലൈൻസ് ഒക്കെ ഈ പറയുന്ന പ്ലാൻ അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ ഫോളോ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കിയിട്ടാണ് ഇവർ നമുക്ക് കൺസെന്റ് അല്ലെങ്കിൽ പെർമിറ്റ് ഒക്കെ തരുന്നത്. ഓക്കെ, അപ്പൊ എന്തിനു വേണ്ടിയിട്ടാണ് ബിൽഡിംഗ് കോഡ്സ് എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് set of rules that specify the minimum standard for constructed objects such as building and non-building structure. ഏതൊരു സ്ട്രക്ചർ ആണെങ്കിലും അതിനൊരു മിനിമം സ്റ്റാൻഡേർഡ് ആ ഒരു ബിൽഡിംഗ് കീപ്പ് ചെയ്യണം. അതിന് വേണ്ടി ഡെവലപ്പ് ചെയ്തിട്ടുള്ള certain set of rules. That is what building code or building rules. Okay. നിങ്ങൾക്ക് പഠിക്കാനുള്ളത് നാഷണൽ ബിൽഡിംഗ് കോഡ് ഉണ്ട്, ആൻഡ് കേരള ബിൽഡിംഗ് റൂൾസ് ഉണ്ട്, ആൻഡ് കോസ്റ്റൽ റെഗുലേഷൻ സോൺ CRZ. ഇങ്ങനെ 3 റൂൾസിനെ പറ്റിയാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഫസ്റ്റ് വൺ ഈസ് നാഷണൽ ബിൽഡിംഗ് കോഡ്. അപ്പോൾ നാഷണൽ ബിൽഡിംഗ് കോഡ് എന്ന് പറയുന്നത് എന്താണ്, ഇന്ത്യയിലെ മൊത്തത്തിലുള്ള കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസിന് വേണ്ടി ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഒരു കൺട്രിക്ക് വേണ്ടി ഡെവലപ്പ് ചെയ്തിട്ടുള്ളതാണ് നാഷണൽ ബിൽഡിംഗ് കോഡ്. അതുണ്ടാക്കിയത് ആരാണ്? ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ്. ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് ആണ് നാഷണൽ ബിൽഡിംഗ് കോഡ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. സോ ഇറ്റ് വാസ് ഫസ്റ്റ് പബ്ലിഷ്ഡ് ഇൻ 1970 at the insistence of Planning Commission and then was first revised in 1983. അപ്പോൾ 1970-ലാണ് ആദ്യം നാഷണൽ ബിൽഡിംഗ് കോഡ് ഉണ്ടായിട്ടുള്ളത്, ആൻഡ് 1983-ൽ ഫസ്റ്റ് റിവിഷൻ വന്നു. റിവൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ അപ്പം 1970-ൽ ഈ ഒരു കോഡ് ആദ്യമായിട്ട് ഇവർ റിലീസ് ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും തരത്തിൽ അതിനൊക്കെ ഫ്ലോസ് ഉണ്ടാവും, എവിടെയെങ്കിലുമൊക്കെ അതിനൊരു പോരായ്മകൾ ഉണ്ടാകും. അതെല്ലാം പരിഹരിക്കാനായിട്ട് ഫസ്റ്റ് റിവിഷൻ എന്ന് പറയുന്നത് ഇതിന് 1983-ലാണ് ഫസ്റ്റ് ഈ ഒരു NBC റിവൈസ് ചെയ്തിട്ടുള്ളത്. Thereafter 3 major amendments were issued to the 1983 version. 1983-ൽ റിവൈസ് ചെയ്തിട്ടുള്ള ഈ ഒരു NBCക്ക് വീണ്ടും 2 അമെൻമെന്റ്, 3 അമെൻമെന്റ് സംഭവിച്ചിട്ടുണ്ട്. അതിൽ 2 അമെൻമെന്റ് 1987-ലും 3rd അമെൻമെന്റ് 1997-ലും. നിങ്ങൾക്ക് ഈ ഒരു ചാർട്ട് നോക്കുകയാണെങ്കിൽ മനസ്സിലാകും. 1970-ലാണ് NBC ഫസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. 1983 ആയപ്പോൾ ഇതിന് ഫസ്റ്റ് റിവിഷൻ കൊടുത്തിട്ടുണ്ട്, ആൻഡ് പിന്നീട് ഇതിന് 3 അമെൻഡ്മെന്റ് എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു റൂളിന് നമ്മൾ തിരുത്തി എഴുതുകയാണെങ്കിൽ അതിനൊരു ഭേദഗതി കൊടുക്കുന്നതിനെയാണ് അമെൻഡ്മെന്റ് എന്ന് പറയുക. സർട്ടൻലി റിട്ടേൺ ആയിട്ടുള്ള ഒരു ലോസിന് ഏതെങ്കിലും തരത്തിലുള്ള മോഡിഫിക്കേഷൻ കൊടുക്കുന്നതിനെയാണ് അമെൻഡ്മെന്റ് എന്ന് പറയുക. അപ്പം 1987-ൽ 2 അമെൻഡ്മെന്റ് നടത്തിയിട്ടുണ്ട്, ആൻഡ് 1997-ൽ 3rd അമെൻഡ്മെന്റ്. അങ്ങനെ ഒരു റിവിഷൻ കഴിഞ്ഞിട്ട് 3 അമെൻഡ്മെന്റ് ഈ ഒരു NBCക്ക് സംഭവിച്ചിട്ടുണ്ട്. 2005-ൽ സെക്കൻഡ് റിവിഷൻ, ആൻഡ് 2015-ൽ വീണ്ടും 2 അമെൻഡ്മെന്റ് കൂടെ കൊടുത്തിട്ടുണ്ട്. സോ ഇപ്പോൾ നമ്മൾ കറന്റ്ലി ഫോളോ ചെയ്യുന്നത് 2016 NBC ആണ്. അങ്ങനെ 2015-ൽ 2 അമെൻഡ്മെന്റ് കഴിഞ്ഞ് 2016-ൽ നിലവിലുള്ള NBC ആണ് ഇപ്പോൾ നമ്മൾ ഫോളോ ചെയ്യുന്ന നാഷണൽ ബിൽഡിംഗ് കോഡ്. ഓക്കെ, ജസ്റ്റ് ഒരു ഹിസ്റ്ററി പറഞ്ഞേ ഉള്ളൂ. ദെൻ ഇതാണ് ഓരോ NBCയിൽ വരുന്ന ഓരോ പാർട്ടുകൾ. ഇത് നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി. ആക്ച്വലി നിങ്ങളിത് പഠിക്കണ്ട, അതായത് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് അറിവിലേക്ക് വേണ്ടിയിട്ട് ഈ ഒരു ടേബിൾ ഇൻക്ലൂഡ് ചെയ്തേ ഉള്ളൂ. അതായത് ഓരോ പാർട്ടായിട്ട് ഇതിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ആകെയുള്ള പാർട്സിൽ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ഡെഫിനിഷൻ, സെക്കൻഡ് പാർട്ടിൽ അഡ്മിനിസ്ട്രേഷൻ, അങ്ങനെ ഓരോ നോക്കാം. നിങ്ങൾ പാർട്ട് 6 നോക്കുമ്പോൾ നിങ്ങൾക്ക് സ്ട്രക്ചറൽ ഡിസൈൻ വരുന്നുണ്ട്. അപ്പം ഒരു വീട് കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്ന സ്ട്രക്ചറൽ ഡിസൈൻ, അതിൻ്റെ ലോഡ്, ഫോഴ്സസ്, പിന്നെ അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളെ പറ്റിയും ഓരോ പാർട്സ് ആയിട്ട് ഇവർ ലോസ് അല്ലെങ്കിൽ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്.
ദെൻ രണ്ടാമത്തെ വോളിയത്തിൽ ഫസ്റ്റ് വോളിയാണിത്, സെക്കൻഡ് വോളിയം ഇത്. ഇത് വായിച്ചു നോക്കിയാൽ മതി, ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് കൊടുത്തത്. നോക്കുക, ഇതിനകത്ത് ഒരു ബിൽഡിംഗ് ആയിട്ട് അസോസിയേറ്റ് ചെയ്ത് വരുന്ന എല്ലാ പോർഷനും ഈ ഒരു ടേബിളിൽ വന്നിട്ടുണ്ട്. ദെൻ റെലവൻസ് ഓഫ് NBC, എങ്ങനെയാണ് നാഷണൽ ബിൽഡിംഗ് കോഡ് റെലവൻ്റ് ആവുന്നത്? സോ NBC കൺട്രോൾസ് അൾട്ടിമേറ്റ്ലി ഓൾ കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസ് ഇൻ അവർ കൺട്രി. അപ്പോൾ നമ്മൾ ഇന്ത്യയിൽ, നമ്മുടെ രാജ്യത്ത് നടക്കുന്ന ഏതൊരു കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസിലും നാഷണൽ ബിൽഡിംഗ് കോഡ് കൺട്രോൾ ചെയ്യുന്നുണ്ട്. അതായത് ആ ഒരു ബിൽഡിംഗ് കോഡിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, ഗൈഡ് ലൈൻസ് ഫോളോ ചെയ്യാതെ ഇന്ത്യയിൽ നമുക്കൊരു കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസും നടത്താൻ പറ്റില്ല. സോ NBC പ്രൊവൈഡ്സ് റെഗുലേഷൻസ് റിലേറ്റഡ് ടു ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ. ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് വേണ്ട റെഗുലേഷൻസ് NBC പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. States and union territories of our country have framed building rules and rules for firefighting, solid waste management, etc. based on NBC. അതായത് NBC എന്ന് പറയുന്നത് നാഷണൽ വൈഡ് ആയിട്ടുള്ള ഒരു കോഡാണ്, സർട്ടൻ സെറ്റ് ഓഫ് ഗൈഡ് ലൈൻസ്. അതിന് അണ്ടറിൽ ഇൻഡിവിജ്വലി സ്റ്റേറ്റ്സ് അല്ലെങ്കിൽ യൂണിയൻ ടെറിട്ടറീസ് അവരുടേതായ രീതിക്ക് ഓരോ കോഡുകൾ ഫ്രെയിം ചെയ്തെടുത്തിട്ടുണ്ട്. ബിൽഡിംഗ് കൺസ്ട്രക്ഷന് വേണ്ടിയിട്ടാകാം, ഒരു കൺസ്ട്രക്ഷനിൽ അസോസിയേറ്റ് ചെയ്ത് വരുന്ന കാര്യങ്ങളാണ് ഫയർ ഫൈറ്റിംഗ്, അതുപോലെ വേസ്റ്റ് മാനേജ്മെന്റ്. ഓക്കെ, അപ്പോൾ ഇതിനെല്ലാത്തിനും വേണ്ടിയിട്ട് കോഡുകൾ സെറ്റപ്പ് ചെയ്യുന്നുണ്ട്. അങ്ങനെ നാഷണൽ ബിൽഡിംഗ് കോഡിന്റെ കീഴിൽ സ്റ്റേറ്റ്സ് ആൻഡ് യൂണിയൻ ടെറിട്ടറീസ് അവരുടേതായ രീതിക്ക് ഇൻഡിവിജ്വലി അവർക്ക് ഒരു കോഡ് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ഇനി ഇങ്ങനെ ഒരു കോഡ് ഒരു സ്റ്റേറ്റിന് ഇല്ലെങ്കിൽ ആ ഒരു സ്ഥലത്ത് എന്താണ്, നാഷണൽ ബിൽഡിംഗ് കോഡ് തന്നെ വേണം ഫോളോ ചെയ്യാനായിട്ട്. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പോൾ ഒരു കേരള നിങ്ങൾ എക്സാമ്പിൾ ആയിട്ട് എടുക്കുകയാണെങ്കിൽ നാഷണൽ ബിൽഡിംഗ് കോഡ് എന്ന് പറയുന്നത് ഇന്ത്യക്ക് മൊത്തമായിട്ട് ഉള്ള സെറ്റ് ഓഫ് കോഡുകളാണ്. അതിൻ്റെ കീഴിൽ ഇപ്പം നമ്മൾ കേരളത്തിന് വേണ്ടി മാത്രം, അതായത് നാഷണൽ ബിൽഡിംഗ് കോഡ് എന്ന് പറയുമ്പം ഒരു കൺട്രിക്ക് മൊത്തമാണ്. അപ്പം ഓരോ സ്ഥലത്തുള്ള പെക്യുലാരിറ്റീസ് ഡിഫറെൻ്റ് ആയിരിക്കും. ഇപ്പം നമ്മൾ ഡൽഹി നോർത്തിലേക്ക് പോവുകയാണെങ്കിൽ കോൾഡർ റീജിയൻസ് ഉണ്ടാവും, ഇല്ലേ? ബട്ട് നമ്മുടെ കേരള പോലെയുള്ള സദേൺ റീജിയൻസിൽ വരുമ്പോഴോ കൂടുതലും മഴയുള്ള സ്ഥലങ്ങളാണ്, അല്ലേ? അപ്പം നമ്മളുടെ ക്ലൈമറ്റിനനുസരിച്ച് നമുക്ക് ആ ഒരു ബിൽഡിംഗ് റൂൾസിൽ എന്തെങ്കിലും തരത്തിലുള്ള മോഡിഫിക്കേഷൻസ് പോസിബിൾ ആണ്. അങ്ങനെ ഓരോ സ്റ്റേറ്റ്സിനും അവരുടേതായിട്ടുള്ള കോഡുകൾ അവർ തന്നെ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള കോഡുകൾ സപ്പോസ് ഒരു സ്റ്റേറ്റിന് ഇല്ലെങ്കിൽ ആ ഒരു സ്ഥലത്ത് നാഷണൽ ബിൽഡിംഗ് കോഡ് യൂസ് ചെയ്യണം. ക്ലിയർ ആണോ നിങ്ങൾക്ക്? എക്സ്പ്ലെയിൻ ചെയ്യണോ ഒന്നുകൂടെ? എന്താണ് NBC? ആരെങ്കിലും എനിക്ക് പറഞ്ഞുതരോ? ഞാനിപ്പം പറഞ്ഞത് വെച്ചിട്ട്. എന്തിനു വേണ്ടിയിട്ടാണ് NBC? എവിടെ? ആദിലുണ്ടോ? ആകാശ് പിന്നെ നിങ്ങളിങ്ങനെ മിണ്ടാതിരുന്നാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് ഞാൻ എങ്ങനെ അറിയാം?
ഓക്കെ, NBC എന്ന് പറയുന്നത് നാഷണൽ ബിൽഡിംഗ് കോഡ്. നാഷണൽ ബിൽഡിംഗ് കോഡ് എന്തിനു വേണ്ടിയിട്ടാണ് സെറ്റപ്പ് ചെയ്തിട്ടുള്ളത്? നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്ന ഏതൊരു സ്ട്രക്ചറിനും ഏതൊരു കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസിനും ഫോളോ ചെയ്യേണ്ട സർട്ടൈൻ മിനിമം സ്റ്റാൻഡേർഡ്സ് പ്രൊവൈഡ് ചെയ്യാനായിട്ട്. മിനിമം സ്റ്റാൻഡേർഡ് പ്രൊവൈഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഗുണം എന്താണ്? നമുക്ക് വേണ്ടിയിട്ട് പബ്ലിക് ഹെൽത്ത്, സേഫ്റ്റി, ജനറൽ വെൽഫെയർ, ഇതൊക്കെയാണ് മെയിൻ എയിം. അതുപോലെ ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് ഫോളോ ചെയ്യേണ്ട സർട്ടൈൻ റൂൾസ്, കൺസ്ട്രക്ഷൻ ഗൈഡ് ലൈൻസ് ആണ് NBC പ്രൊവൈഡ് ചെയ്യുന്നത്. NBC എന്ന് പറയുന്നത് നാഷണൽ വൈഡ് ആണ്, ഒരു കൺട്രിക്ക് മൊത്തമായിട്ടുള്ള കോഡാണ് നാഷണൽ ബിൽഡിംഗ് കോഡ്. അതിൻ്റെ കീഴിൽ ഓരോ സ്റ്റേറ്റ്സിനും യൂണിയൻ ടെറിട്ടറീസിനും സെപ്പറേറ്റ് ആയിട്ട് അവരുടേതായിട്ടുള്ള കോഡുകളുണ്ട്. അക്കോർഡിംഗ് ടു their climatic conditions, geographic features. Okay. So NBC provides freedom to adopt practices absorbing traditional practices as well as latest developments in knowledge in various disciplines. അപ്പം NBC ഞാൻ പറഞ്ഞു, നമ്മൾ ഹിസ്റ്ററി പഠിച്ചപ്പോൾ എന്താണ്, അതിന് ഒരു തവണ റിവിഷൻ നടന്നു, 3 തവണ അമെൻമെന്റ് ഉണ്ടായി. അപ്പോൾ അതായത് ഓരോ കൺസ്ട്രക്ഷണൽ ആക്ടിവിറ്റീസിന് പുതിയതായിട്ട് നമുക്ക് അഡ്വാൻസ് ചെയ്യുന്നുണ്ട് ഇല്ലേ, പുതിയ ഡെവലപ്മെന്റ് ഉണ്ട്. അതുപോലുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ പുതിയതായിട്ട് അതിന് അമെൻമെന്റ് അല്ലെങ്കിൽ മോഡിഫിക്കേഷൻ കൊടുക്കും. അപ്പം NBC എന്ന് പറയുന്നത് it provides freedom to adopt practices absorbing traditional practices as well as latest developments in knowledge in various disciplines. Then ഇതിൽ NBCയിൽ കുറേ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ആ എക്സ്പ്ലെയിൻ ചെയ്യുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞാൽ ഡെവലപ്മെന്റ് ആൻഡ് ബിൽഡിംഗ് പ്ലാനിങ്, സ്ട്രക്ചറൽ ഡിസൈൻ ആസ്പെക്ട്സ്, കൺസ്ട്രക്ഷൻ ആൻഡ് അസറ്റ് ഓർ ഫെസിലിറ്റി മാനേജ്മെന്റ്, കൺസ്ട്രക്ഷൻ മാനേജ്മെന്റ്, അസറ്റ് അല്ലെങ്കിൽ ഫെസിലിറ്റി മാനേജ്മെന്റ്, ബിൽഡിംഗ് സർവീസസ്, പ്ലംബിംഗ് സർവീസസ് ആൻഡ് സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ്. അതായത് ഒരു പുതിയ ബിൽഡിംഗ് പണിയാനായിട്ട് അതിൻ്റെ ബിൽഡിംഗ് പ്ലാനിങ്, ഡെവലപ്മെന്റ്, അതൊരു പോർഷനാണ്. ദെൻ സ്ട്രക്ചറൽ ഡിസൈൻ, എന്തൊക്കെ ലോഡുകൾ വരും, എങ്ങനെ ഡിസൈൻ ചെയ്യണം, എത്ര RCC, എത്ര സ്റ്റീല്, അങ്ങനെയുള്ള ഡിസൈൻ ആസ്പെക്റ്റുകൾ, സ്ട്രക്ചറൽ ഡിസൈൻ ആസ്പെക്റ്റുകൾ ഒരു പോർഷൻ. ദെൻ കൺസ്ട്രക്ഷൻ മാനേജ്മെന്റ്, ആദ്യം പ്ലാനിങ്, ദെൻ ഡിസൈൻ, പിന്നെ മാനേജ്മെന്റ്, കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് എന്താണ് മാനേജ് ചെയ്യണം അല്ലെ, മാനേജ്മെന്റ്. ദെൻ ബിൽഡിംഗ് സർവീസസ്, ബിൽഡിംഗ് സർവീസസ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? ഫയർ ഫൈറ്റിംഗ് ബിൽഡിംഗ് സർവീസസ് ആണ്, വെന്റിലേഷൻ, ദെൻ സൗണ്ട് പ്രൂഫിംഗ്, ഇൻസുലേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ബിൽഡിംഗ് സർവീസസ് എന്ന് പറയുന്നത്. അതായത് ബിൽഡിംഗിന്റെ ഫ്രെയിം കൺസ്ട്രക്ട് ചെയ്ത് കഴിഞ്ഞാൽ അഡീഷണലി ലിവിങ്ങിന് ആവശ്യമായിട്ടുള്ള അഡീഷണൽ സർവീസുകളാണ് ബിൽഡിംഗ് സർവീസസ്. ദെൻ പ്ലംബിംഗ് ആൻഡ് സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ്. അപ്പം മെയിൻലി ഒരു ബിൽഡിംഗ് അതിൻ്റെ ലോസ് എടുക്കുകയാണെങ്കിൽ ഈ 5 കാര്യങ്ങളായിരിക്കും കോമൺ ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുക. അപ്പം അതിലുണ്ടാവുന്ന NBC ഫോളോ ചെയ്യുന്ന റൂൾസുകളെല്ലാം ഈ ഒരു 5 കാറ്റഗറീസിൽ ഉണ്ട്. ഓക്കെ അല്ലേ? യെസ് മാം. ദെൻ ബിൽഡിംഗ് റൂൾസ് ഇൻ കേരള. അപ്പോൾ ആദ്യം നമ്മൾ പഠിച്ചത് നാഷണൽ ബിൽഡിംഗ് കോഡ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ബിൽഡിംഗ് റൂൾസ് ഇൻ കേരള. കേരളത്തിൽ എങ്ങനെയാണ് ബിൽഡിംഗ് റൂൾസ് വന്നിട്ടുള്ളത്? അപ്പോൾ ബിൽഡിംഗ് റൂൾസ് ആർ ഫ്രെയിംഡ് ബേസ്ഡ് ഓൺ NBC ഗൈഡ് ലൈൻ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, NBCയുടെ കീഴിലാണ് ഓരോ സ്റ്റേറ്റ്സും അവരുടേതായിട്ടുള്ള കോഡുകൾ ഡെവലപ്പ് ചെയ്യുന്നത്. നമ്മുടെ കേരളത്തിലുള്ള ബിൽഡിംഗ് റെഗുലേഷൻസും ആർ ഫ്രെയിംഡ് ബേസ്ഡ് ഓൺ നാഷണൽ ബിൽഡിംഗ് കോഡ്. Then to suit the town and country planning schemes and proposed land use patterns of particular area. അപ്പോൾ കേരളത്തിൽ എങ്ങനെയാണോ നമ്മുടെ ലാൻഡ് യൂസ് പാറ്റേൺ അല്ലെങ്കിൽ നമ്മളുടെ ടൗൺ ആൻഡ് കൺട്രി പ്ലാനിങ്, അതിൻ്റെതായ രീതിക്ക് നാഷണൽ ബിൽഡിംഗ് കോഡ് യൂസ് ചെയ്ത് നമ്മളായിട്ട് കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ള ഒരു ബിൽഡിംഗ് കോഡാണ് ബിൽഡിംഗ് കോഡ് ഓഫ് ഇൻ കേരള. അത് ഏതൊക്കെയാണെന്ന് നമ്മൾ പഠിക്കും. ദെൻ ഇതിനകത്ത് ഏതൊക്കെ ആസ്പെക്ട്സിന്റെ ബേസിസിലാണ് കേരള ബിൽഡിംഗ് റൂൾസ് സെറ്റപ്പ് ചെയ്തിട്ടുള്ളത്? കേരള ബിൽഡിംഗ് റൂൾസ് ഡെവലപ്പ് ചെയ്യാൻ നേരം നമ്മൾ കൺസിഡർ ചെയ്തിട്ടുള്ള പല ആസ്പെക്റ്റുകൾ ഏതൊക്കെയാണ്? അതിലൊന്നാമതാണ് ഡെവലപ്മെന്റ് ആൻഡ് ലാൻഡ് യൂസ് പാറ്റേൺ. എങ്ങനെയാണ് കേരളത്തിലെ ഒരു ലാൻഡ് ഡെവലപ്മെന്റ്, അവിടുത്തെ ലാൻഡ് യൂസ് പാറ്റേൺ എങ്ങനെയാണ്, അതൊക്കെ കൺസിഡർ ചെയ്തിട്ട് യൂട്ടിലൈസേഷൻ ഓഫ് നാച്ചുറൽ റിസോഴ്സസ് ലൈക്ക് സൺലൈറ്റ് ആൻഡ് ബ്രീസ്. അപ്പോൾ കേരളത്തിൽ എങ്ങനെയാണ്, കേരളത്തിന്റെ ജിയോഗ്രഫിക് ഫീച്ചേഴ്സ് എങ്ങനെയാണ്? നമ്മളെ വെസ്റ്റേൺ കോസ്റ്റ് എന്താണ്
കോസ്റ്റൽ ലൈൻസ് ആണ് അല്ലേ? കേരളത്തിന്റെ ജോഗ്രഫി നമ്മൾ പഠിച്ചിട്ടില്ലേ? മൗണ്ടൈൻ റീജിയൻസ് ഉണ്ട്, പ്ലെയിൻസ് ഉണ്ട്, കോസ്റ്റൽ റീജിയൻസ് ഉണ്ട് അല്ലേ? അപ്പൊ അങ്ങനെ ഓരോ റീജിയൻ ആയിട്ട് നമുക്ക് 3 ഓൾട്ടിറ്റ്യൂഡിലും ലാൻഡ് അവൈലബിലിറ്റി ഉണ്ട്. അപ്പോൾ നമ്മളുടെ ഒരു കേരളത്തിലെ സൺലൈറ്റിന്റെ അവൈലബിലിറ്റി അല്ലെങ്കിൽ വിൻഡിന്റെ ഡയറക്ഷൻ ഒന്നും ആയിരിക്കില്ല നമ്മുടെ നൈബറിങ് സ്റ്റേറ്റ് ആയിട്ടുള്ള തമിഴ്നാട്ടില്. നിങ്ങൾക്കറിയില്ലേ മൺസൂൺ വന്നാല് മൺസൂൺ എവിടെ നിന്നാണ്? മൺസൂൺ സൗത്ത് വെസ്റ്റ് മൺസൂൺ ഉണ്ട്, 2 മൺസൂൺ ഉണ്ട് നമുക്ക് ഇല്ലേ? അപ്പോൾ നമ്മളുടെ ക്ലൈമറ്റിക് റീജിയൻസ് നമ്മുടെ ക്ലൈമറ്റിക് പാറ്റേണിന് ബേസ് ചെയ്തിട്ട് ഡെവലപ്പ് ചെയ്യുന്ന നാച്ചുറൽ റിസോഴ്സസിന്റെ അവൈലബിലിറ്റി, സണ്ണിന്റെ മൂവ്മെന്റ് എങ്ങനെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം. അപ്പോൾ ഒരു ബിൽഡിംഗ് പണിയുന്ന സമയത്ത് വിൻഡ് നല്ലോണം പാസ് ചെയ്യണം, വെന്റിലേഷൻ ഉണ്ടാവണം, അതുപോലെ സൺലൈറ്റ് എൻ്റർ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പ്ലേസ് ചെയ്യേണ്ട ഓറിയന്റേഷൻ എങ്ങനെയായിരിക്കണം? അതിന്റെ അവൈലബിലിറ്റി, നാച്ചുറൽ റിസോഴ്സസിന്റെ അവൈലബിലിറ്റി മാക്സിമം ഉള്ള തരത്തിലായിരിക്കണം. അപ്പോൾ അത്തരത്തിൽ ആസ്പെക്റ്റുകൾ കൺസിഡർ ചെയ്യുക. Then scope for future development of roads and public utilities. ഫ്യൂച്ചർ ഡെവലപ്മെന്റ്, ഒരു റോഡിന്റെ ഒക്കെ ഫ്യൂച്ചർ ഡെവലപ്മെന്റിനും പബ്ലിക് യൂട്ടിലിറ്റീസിന്റെ സ്കോപ്പ് ആൻഡ് ഫ്യൂച്ചർ ഡെവലപ്മെന്റ്. ദെൻ കറന്റ് ആൻഡ് പ്രൊജക്റ്റഡ് പോപ്പുലേഷൻ ഗ്രോത്ത്. ഇപ്പോൾ ഒരു കോഡ് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത് ചിലപ്പോൾ 10 കൊല്ലം 20 കൊല്ലം കഴിയുമ്പോൾ നമുക്ക് അതിനെ മോഡിഫൈ ചെയ്യേണ്ടി വരും. കാരണം ഇപ്പോഴത്തെ പോപ്പുലേഷൻ എല്ലാം ആഫ്റ്റർ 20 ഇയേഴ്സ് പോപ്പുലേഷനിൽ ഇൻക്രീസ് ഉണ്ടാകാം. ദെൻ ഇതിന്റെ ട്രെൻഡുകളൊക്കെ മാറി മാറി വരും. അപ്പോൾ നമ്മളിപ്പോൾ ഒരു കോഡ് അല്ലെങ്കിൽ ഏതൊരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്തും പോപ്പുലേഷൻ ആൻറ്റിസിപ്പേറ്റ് ചെയ്യും. ഇത്ര കൊല്ലത്തേക്കാണ് നമ്മുടെ ഒരു ബിൽഡിംഗ് ഉള്ളതെങ്കിൽ അത്രയും കൊല്ലം കഴിയുമ്പോൾ എത്രയായിരിക്കും ഈ ഒരു സ്ഥലത്തെ പോപ്പുലേഷൻ, ആ ഒരു പോപ്പുലേഷന് കൂടെ യൂസ്ഫുൾ ആയിരിക്കും ഇപ്പോൾ നമ്മുടെ കൺസ്ട്രക്ഷൻ ഡിസൈൻ. ഇപ്പോൾ ഡിസൈൻ ചെയ്യുന്ന ഒരു ബിൽഡിംഗ് ആഫ്റ്റർ 20 ഇയേഴ്സ് ഓർ ആഫ്റ്റർ 30 ഇയേഴ്സ് അവിടുത്തെ പോപ്പുലേഷൻ അഡീഷണലി പോപ്പുലേഷൻ ഉണ്ടാവുമല്ലോ, ആ ഒരു പോപ്പുലേഷന് കൂടെ അത് യൂസ്ഫുൾ ആകുമോ, അങ്ങനെയുള്ള ഒരു തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ കൺസിഡർ ചെയ്യും. അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ കൺസിഡർ ചെയ്തില്ലെങ്കിലും ഈവൻ അത് കോഡിൽ ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ബൈ ലോ അല്ലേ? അപ്പോൾ നമുക്ക് എന്തായാലും അത് ഫോളോ ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു ആസ്പെക്ട് കൂടെ NBCയിൽ നമ്മൾ ആഡ് ചെയ്യും. ദെൻ സെറ്റിൽമെന്റ് പാറ്റേൺസ് ഓഫ് പീപ്പിൾ എൻഗേജ്ഡ് ഇൻ വേരിയസ് സെക്ടേഴ്സ്. അതായത് ഒരു ട്രെൻഡ് ആണെങ്കിൽ പണ്ടാണെങ്കിൽ എങ്ങനെയാണ്, അഗ്രികൾച്ചർ ആയിരുന്നു മെയിൻ ഒക്യുപ്പേഷൻ. അപ്പോൾ അഗ്രികൾച്ചറൽ ഫീൽഡുകൾ ഉണ്ടെങ്കിൽ അതിനോട് അടുത്തായിട്ട് തന്നെ ആൾക്കാർ എങ്ങനെയാ അവരുടെ വീടുകളൊക്കെ അറേഞ്ച് ചെയ്യും. അതുപോലെ ഒരു ഫിഷർമാൻ ഏരിയ ആണെങ്കിൽ, ഒരു കോസ്റ്റൽ റീജിയൻ ആണെങ്കിൽ അവരുടെ മെയിൻ ഒക്യുപ്പേഷൻ എന്ന് പറയുന്നത് മെയിൻലി ബൈ എന്താണ് ഫിഷിംഗ് ആയിരിക്കും. അപ്പൊ അങ്ങനെയുള്ളവർ എന്തായിരിക്കും ആ ഒരു കോസ്റ്റൽ റീജിയനിൽ തന്നെ അവരുടേതായിട്ടുള്ള ഒരു ബിൽഡിംഗ് ഏരിയാസ് ഉണ്ടാകും. അപ്പോൾ ഇത് നമുക്ക് ഓരോ ഇയർ കഴിയും തോറും അല്ലെങ്കിൽ ഓരോ കാലഘട്ടം കഴിയും തോറും ഈ ഒരു ട്രെൻഡിൽ വ്യത്യാസം ഉണ്ടാകും ഇല്ലേ? മനുഷ്യർ ഇപ്പം എങ്ങനെയാണ് റീസെന്റ് ആയിട്ട് ഡെവലപ്മെന്റ് ചെയ്യുന്ന സ്ഥലങ്ങളിൽ ഇപ്പം കൂടുതലും IT ഏരിയാസിലൊക്കെ ആണെങ്കിൽ ഇപ്പൊ ആൾക്കാർ കൂടുതലും അവരുടെ ജോബ് എങ്ങോട്ടാണോ ആ ഒരു സൈഡിലേക്ക് അവർ വീട് ഷിഫ്റ്റ് ചെയ്യും ഇല്ലേ? അപ്പം നമ്മൾക്ക് മാറി മാറി വരുന്ന കാലത്തിൽ എങ്ങനെയാണ് ആൾക്കാരുടെ സെറ്റിൽമെന്റ് പാറ്റേൺ, അങ്ങനെയുള്ള കാര്യങ്ങൾ, അതിന് ഒക്യുപ്പേഷൻ എന്ന് പറയുന്നത് ഒരു മേജർ ഫാക്ടറാണ്. ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടെ കൺസിഡർ ചെയ്യുക. അപ്പം മെയിൻലി 5 കാര്യങ്ങൾ 5 ആസ്പെക്ട്സ് ആണുള്ളത്. ഫസ്റ്റ് വൺ ഈസ് ഡെവലപ്മെന്റ് ആൻഡ് ലാൻഡ് യൂസ് പാറ്റേൺ. എങ്ങനെയാണ് അവിടുത്തെ ലാൻഡ് യൂസിന്റെ ഡെവലപ്മെന്റ് ആൻഡ് പാറ്റേൺ. ദെൻ യൂട്ടിലൈസേഷൻ ഓഫ് നാച്ചുറൽ റിസോഴ്സസ് like sunlight and breeze. Then scope for future development of roads and public utilities. Then current and projected population growth. ഇപ്പോഴത്തെ പോപ്പുലേഷൻ എത്രയാണ്, ആഫ്റ്റർ സം ഇയർ എത്രയാണ് പോപ്പുലേഷൻ, അതിനാണ് പ്രൊജക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്യുക. ആഫ്റ്റർ ഇത്ര ഇയർ കഴിയുമ്പോൾ എത്ര പോപ്പുലേഷൻ ഉണ്ടാവും എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യുന്നതിനാണ് പ്രൊജക്റ്റഡ് എന്ന് പറയുക. ദെൻ സെറ്റിൽമെന്റ് പാറ്റേൺസ്, എങ്ങനെയാണ് അവരുടെ ഹൗസിംഗ് പാറ്റേൺ ഓഫ് പീപ്പിൾ എൻഗേജ്ഡ് ഇൻ വേരിയസ് സെക്ടേഴ്സ്. പല ഒക്യുപ്പേഷനിലുള്ളവർ, പല സെക്ടറിലുള്ള ആൾക്കാരുടെ ഹൗസിംഗ് രീതികൾ, അതിനെയാണ് സെറ്റിൽമെന്റ് പാറ്റേൺ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇത്രയും 5 കാര്യങ്ങളാണ് ഈ റൂൾസ് ഫോം ചെയ്യാൻ വേണ്ട ആസ്പെക്റ്റുകൾ. ദെൻ ബിൽഡിംഗ് റൂൾസ് എൻഷുർ ക്വാളിറ്റി ആൻഡ് സേഫ്റ്റി ഇൻ കൺസ്ട്രക്ഷൻ. മെയിൻ പോയിന്റ് ആണ്
എന്താണ് ഒരു ബിൽഡിംഗ് റൂള് അല്ലെങ്കിൽ ബിൽഡിംഗ് കോഡ് സെറ്റപ്പ് ചെയ്യുമ്പം മെയിൻ അതിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത് ഇറ്റ് എൻഷുർ ക്വാളിറ്റി ആൻഡ് സേഫ്റ്റി ഇൻ കൺസ്ട്രക്ഷൻ ഒരു ക്വാളിറ്റി ഉണ്ടാകും ആൻഡ് ഇറ്റ് ഓഫേഴ്സ് സേഫ്റ്റി. ഇറ്റ് പ്രൊവൈഡ് a legal base to authorized constructions and also for tax collecting authorities like local body institutions and revenue authorities. മെയിൻ പോയിന്റ് ആണ്. അതായത് ഇപ്പോൾ നിങ്ങളൊരു വീട് പണിയാണെങ്കിൽ നിങ്ങൾക്ക് വീടിൻ്റെ പെർമിറ്റ് കിട്ടാനായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ കൺസെൻറ്റ് കിട്ടാൻ നേരം നിങ്ങൾ ലോക്കൽ ബോഡീസിൽ ചെല്ലും. ലോക്കൽ ബോഡീസ് എന്ന് പറയുന്നത് സപ്പോസ് നിങ്ങളെ വീടിരിക്കുന്നത് ഒരു പഞ്ചായത്ത് ഏരിയയിലാണെങ്കിൽ വീടിൻ്റെ പ്ലാൻ വരച്ച് കഴിഞ്ഞിട്ട് ആ പ്ലാൻ കൊണ്ട് പഞ്ചായത്തിൽ ചെല്ലും. ഓക്കെ, ഇതാണ് ഞാൻ പണിയാൻ പോകുന്ന വീട്. ഇതിൽ കൺസെൻറ്റ് തരുന്ന ആൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ആ ബിൽഡിങ്ങിൻ്റെ ഏരിയ നോക്കും ആദ്യം. അപ്പോൾ നമ്മൾ കേരള ബിൽഡിംഗ് റൂൾസിൽ കേരളത്തിൽ തന്നെ പലതരത്തിലുള്ള ബിൽഡിംഗ് റൂൾസ് ഉണ്ട്. മുനിസിപ്പൽ ഏരിയാസിലാണെങ്കിൽ ഒരു ബിൽഡിംഗ് റൂളാണ്, പഞ്ചായത്ത് ഏരിയാസിലാണെങ്കിൽ വേറെ ബിൽഡിംഗ് റൂൾസ് ആണ്. അത് നിങ്ങൾ പഠിക്കും. അപ്പം പഞ്ചായത്തിൻ്റെ കീഴിൽ വരുന്ന ഒരു ബിൽഡിംഗ് ആണ്. ആ ഒരു ബിൽഡിങ്ങിൻ്റെ ഏരിയ കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഏരിയ 1000 സ്ക്വയർ ഫീറ്റിൽ കൂടുതലാണെങ്കിൽ നിങ്ങൾക്ക് ടാക്സ് അടയ്ക്കേണ്ട വരും. 1000 സ്ക്വയർ ഫീറ്റിൽ താഴെയാണെങ്കിൽ ടാക്സ് അടയ്ക്കേണ്ട. അങ്ങനെ സർട്ടൈൻ നോംസ് ഇവർ ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇങ്ങനെ ഒരു ലോ ഓൾറെഡി ബിൽഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് ഒരു ലീഗൽ ബേസ് ഉണ്ട്. എന്താണ്, ആരുടെയൊക്കെ കയ്യിൽ നിന്ന് ഇതിന് ടാക്സ് പിരിക്കണം. നമ്മളെ വീടിനൊക്കെ നമ്മൾ ടാക്സ് അടയ്ക്കുന്നുണ്ട് ഇല്ലേ? അപ്പം ടാക്സ് അടയ്ക്കുന്നതിനൊക്കെ ഒരു സർട്ടൈൻ നോംസ് പ്രിവെയിൽ ചെയ്യുന്നത് ഈ തരത്തിലുള്ള കോഡുകൾ കാരണമാണ്. ഓക്കെ, ഇറ്റ് പ്രൊവൈഡ് എ ലീഗൽ ബേസ് ടു ഓതറൈസ്ഡ് കൺസ്ട്രക്ഷൻസ് and also for tax collecting authorities like local body institutions and revenue authorities. Okay. അപ്പം എന്താണ് ബിൽഡിംഗ് കോഡുകൾ? ബിൽഡിംഗ് കോഡ് എന്ന് പറയുന്നത് മെയിൻലി ഫോർ ക്വാളിറ്റി ആൻഡ് സേഫ്റ്റി, പബ്ലിക് ഹെൽത്ത്, ജനറൽ വെൽഫെയർ. ഇനി ഒരാൾക്ക് പുതിയൊരു വീട് മേടിക്കുന്ന സമയത്ത് നമുക്ക് ഉറപ്പോടെ മേടിക്കാൻ പറ്റും. ഓക്കെ, ബിക്കോസ് ഈ റൂൾസ് ഒക്കെ അറ്റ്ലീസ്റ്റ് ഫോളോ ചെയ്തിട്ടായിരിക്കും ആ ഒരു വീട് പണിതിട്ടുണ്ടാവുക. അപ്പോൾ അതിനൊരു മിനിമം സേഫ്റ്റി എന്തായാലും ആ ഒരു ബിൽഡിങ്ങിന് ഉണ്ടാകും. ദെൻ ടാക്സ്, ലോക്കൽ അതോറിറ്റീസ് അല്ലെങ്കിൽ റവന്യൂ ഡിപ്പാർട്ട്മെന്റുകൾക്ക് ഒരു ബിൽഡിങ്ങിന്റെ ടാക്സ് ഫിക്സ് ചെയ്യാനായിട്ട് ഈ തരത്തിലുള്ള ലോസ് ഹെൽപ്ഫുൾ ആണ്. ദെൻ കേരള ബിൽഡിംഗ് റൂൾസ് എന്ന് പറയുന്നത് NBCയുടെ താഴെ നാഷണൽ ബിൽഡിംഗ് കോഡ് യൂസ് ചെയ്തിട്ട് നമ്മുടെ ലാൻഡ് ഡെവലപ്മെന്റ്, നമ്മുടെ ലാൻഡ് ജോഗ്രഫിക് ഫീച്ചേഴ്സ്, ക്ലൈമറ്റിക് ഫീച്ചേഴ്സിന് അക്കോർഡിംഗ്ലി നമ്മൾ തന്നെ സെറ്റപ്പ് ചെയ്തിട്ടുള്ളതാണ് കേരള ബിൽഡിംഗ് റൂൾസ്. അപ്പോൾ അത് ഡെവലപ്പ് ചെയ്യാൻ നേരം നമ്മൾ ഫോളോ ചെയ്തിട്ടുള്ള 5 ആസ്പെക്റ്റുകളാണ് ഈ 5 പോയിന്റുകൾ. ദെൻ ബിൽഡിംഗ് റൂൾസ് ഇൻ കേരള, എങ്ങനെയാണ് ബിൽഡിംഗ് റൂൾസ് ഇൻ കേരള ഡെവലപ്പ് ചെയ്തത്? ആദ്യം 1964 കേരള ബിൽഡിംഗ് റൂൾസ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ദെൻ കേരള ബിൽഡിംഗ് റൂൾസിന്റെ ഫസ്റ്റ് റിവിഷൻ വരുന്നത്, ആദ്യമായിട്ട് അത് റിവൈസ് ചെയ്യുന്നത് 1984 ദെൻ 1999 ഈ കേരള ബിൽഡിംഗ് റൂൾസ് എന്ന് പറയുന്നത് കേരളത്തിൽ മൊത്തമായിട്ട് ഒരൊറ്റ റൂളായിരുന്നു. ദെൻ അതിനെ കേരള മുനിസിപ്പൽ ബിൽഡിംഗ് റൂൾസ്, KMBR എന്ന് പറയുന്നത് കേരള മുനിസിപ്പൽ ബിൽഡിംഗ് റൂൾസ്, മുനിസിപ്പൽ ബിൽഡിംഗ് റൂൾസ് ആയിട്ട് ഈ ഒരു കേരള ബിൽഡിംഗ് റൂൾസിന്റെ പേര് മാറ്റി. ദെൻ 2011 കേരള മുനിസിപ്പൽ ബിൽഡിംഗ് റൂൾസ് ആൻഡ് കേരള പഞ്ചായത്ത് ബിൽഡിംഗ് റൂൾസ്, മുനിസിപ്പൽ ഏരിയയിൽ ഒരു ബിൽഡിംഗ് റൂളും പഞ്ചായത്തുകളിൽ വേറൊരു ബിൽഡിംഗ് റൂളും, അങ്ങനെ ഈ ഒരു കേരളത്തിലുള്ള ബിൽഡിംഗ് റൂൾസിനെ രണ്ടായിട്ട് ഇവർ സെപ്പറേറ്റ് ചെയ്തു. 2019 ഈ ഒരു റൂളിന് അമെൻമെന്റ്സും കൊടുത്തിട്ടുണ്ട്. ഇതാണ് കേരളത്തിലെ ബിൽഡിംഗ് റൂൾസ് ഉണ്ടായിട്ടുള്ള ഒരു ഫ്ലോ ചാർട്ട്. ഇത്തരം കാര്യങ്ങൾ ക്ലിയർ ആണോ എല്ലാവർക്കും? KMBR എന്ന് പറയുന്നത് കേരള മുനിസിപ്പൽ ബിൽഡിംഗ് റൂൾസ് ആൻഡ് KPBR എന്ന് പറയുന്നത് കേരള പഞ്ചായത്ത് ബിൽഡിംഗ് റൂൾസ്. ഓക്കെ, അപ്പോൾ ഇത് എന്തൊക്കെയാണ് നമ്മുടെ കേരള ബിൽഡിംഗ് റൂൾസിൽ KMBR വന്നിട്ടുള്ള ചാപ്റ്റേഴ്സ് ആണ്. ജസ്റ്റ് നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി, നിങ്ങൾക്ക് മനസ്സിലാവാനായിട്ട്. നോക്കാം, ചാപ്റ്റർ 1 ആണെങ്കിൽ ഡെഫിനിഷൻസ്, ചാപ്റ്റർ 2 drawings, permits and occupancy certificates. Then chapter 3 general provisions regarding site and building requirement. Chapter 4 occupancy. 5 parts of building. And ഓരോ
കാര്യങ്ങളായിട്ട് ഇവർ പല ചാപ്റ്റേഴ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് വായിച്ചു നോക്കുക. ഇത് ഈ ഒരു ടേബിൾ നിങ്ങൾ പഠിക്കണ്ട. ഞാൻ നേരത്തെ NBCയുടെയും ഇതുപോലൊരു ടേബിൾ തന്നിട്ടുണ്ടായിരുന്നു. ഇപ്പം KMBRന്റെ ഉണ്ട്. ഇത് രണ്ട് നിങ്ങൾ പഠിക്കണ്ട. ഓക്കെ, വായിച്ചു നോക്കിയാൽ മതി നിങ്ങൾക്ക് മനസ്സിലാവാനായിട്ട്. ടേബിൾ മാത്രം, ചാപ്റ്റേഴ്സ് വോളിയം ഒക്കെ ആയിട്ടുള്ളത്, ബാക്കിയുള്ളത് പഠിക്കുക. സോ ഇതിൽ ഇനി നിങ്ങൾക്ക് പഠിക്കാനുള്ളത് കുറച്ച് ടെർമിനോളജീസ്, അതായത് ഈ പറയുന്ന ബിൽഡിംഗ് റൂൾസ് റെഗുലേഷൻസിൽ യൂസ് ചെയ്യുന്ന കുറച്ച് ടെർമിനോളജീസ് ആണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് വൺ ഈസ് പെർമിറ്റ്. ഞാൻ നേരത്തെ എപ്പോഴെപ്പോഴും യൂസ് ചെയ്തിട്ടുള്ള ഒരു വാക്കാണ് പെർമിറ്റ് എന്ന് പറയുന്നത്. എന്താണ് പെർമിറ്റ്? പെർമിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ അലൗ ചെയ്യുക. ഏതെങ്കിലും ഒരു കാര്യത്തിന് ഓക്കെ ഇങ്ങനെ ചെയ്തോളൂ എന്നുള്ള ഒരു സാങ്ഷൻ കൊടുക്കുക. So permit means a permission or authorization in writing by the secretary to carry out a work. അപ്പോൾ ഒരു ഒഫീഷ്യൽ ആയിരിക്കണം, അതിന് ഉത്തരവാദപ്പെട്ട ഒരാൾ കൊടുക്കുന്ന പെർമിഷൻ, ഒരു വർക്ക് ക്യാരി ഔട്ട് ചെയ്യാനായിട്ട് കൊടുക്കുന്ന ഒരു പെർമിഷനാണ് നമ്മൾ പെർമിറ്റ് എന്ന് പറയാം. സപ്പോസ് ഒരു പഞ്ചായത്തിലാണെങ്കിൽ ഓരോ പഞ്ചായത്തിലും ഒരു AE ഉണ്ടാവും, അസിസ്റ്റന്റ് എഞ്ചിനീയർ ഉണ്ടാവും. അവരായിരിക്കും ആ ഒരു ഏരിയയിലുള്ള എല്ലാ കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസിനും വേണ്ട പെർമിറ്റ് അലൗ ചെയ്യുന്നത്. അപ്പോൾ ഏതൊരു അതോറിറ്റിയുടെയും അവരുടെ ഒഫീഷ്യൽ കൊടുക്കുന്ന ഒരു പെർമിഷൻ അല്ലെങ്കിൽ ഓതറൈസേഷനെയാണ് നമ്മൾ പെർമിറ്റ് എന്ന് പറയാം. ഓക്കെ, പെർമിറ്റ് മീൻസ് എ പെർമിഷൻ ഓർ ഓതറൈസേഷൻ ഇൻ റൈറ്റിംഗ് ബൈ ദ സെക്രട്ടറി ടു ക്യാരി ഔട്ട് വർക്ക്. ദെൻ സൈറ്റ് എന്ന് പറയുന്നത് എന്താണ്? കേട്ടിട്ടുണ്ടാവും. സൈറ്റ് എന്ന് പറയുന്നത് പീസ് ഓഫ് ലാൻഡ് അല്ലെങ്കിൽ പാർസൽ ഓഫ് ലാൻഡ് എൻക്ലോസ്ഡ് ബൈ ഡെഫിനിറ്റ് ബൗണ്ടറീസ്. ഏതൊരു കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റി നടക്കുന്ന ആ ഒരു സ്ഥലത്തെയാണ് നമ്മൾ സൈറ്റ് എന്ന് പറയാം. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ആസ് പ്ലോട്ട്. പ്ലോട്ട് അല്ലെങ്കിൽ സൈറ്റ്. ദെൻ സെറ്റ് ബാക്ക് ലൈൻ. എന്താണ് സെറ്റ് ബാക്ക് ലൈൻ? സെറ്റ് ബാക്ക് ലൈൻ എന്ന് പറഞ്ഞാൽ നമ്മളൊരു കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ടെങ്കിൽ ആ ഒരു കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റിക്ക് ഒരു ബൗണ്ടറി ഉണ്ടാവും. ഓക്കെ, ആ ഒരു ബൗണ്ടറി, ആ ഒരു സൈറ്റിന്റെ ബൗണ്ടറി അല്ലെങ്കിൽ പ്ലോട്ടിന്റെ ബൗണ്ടറി, ആ ഒരു ബൗണ്ടറിക്ക് പാരലൽ ആയിട്ടുള്ള ഒരു ലൈൻ, അതാണ് സെറ്റ് ബാക്ക് ലൈൻ. ആ സെറ്റ് ബാക്ക് ലൈനിന് പുറത്തേക്ക് നമുക്ക് ഒരു തരത്തിലുള്ള കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസും ചെയ്തുകൂടാ. അതാണ് സെറ്റ് ബാക്ക് ലൈൻ എന്ന് പറയുന്നത്. എ ലൈൻ യൂഷ്വലി പാരലൽ ടു ദ പ്ലോട്ട് ബൗണ്ടറീസ് ആൻഡ് ലേഡ് ഡൗൺ ഇൻ ഈച്ച് കേസ് ബൈ ദ അതോറിറ്റി ബിയോണ്ട് വിച്ച് നത്തിങ് ക്യാൻ ബി കൺസ്ട്രക്റ്റഡ്. അതായത് നമ്മുടെ പ്ലോട്ട് ബൗണ്ടറിക്ക് പാരലൽ ആയിട്ടുള്ള ലൈൻസ് ആയിരിക്കും. അത് എന്തിനു വേണ്ടിയിട്ടാണ്? ആ ഒരു ലൈന് പുറത്തേക്ക് നമ്മുടെ കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റി പോകാൻ പാടില്ല. ദെൻ ആ ഒരു ലൈന് പുറത്തേക്ക് ആകെ കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം എന്താണ്? കോമ്പൗണ്ട് വാളാണ്. നിങ്ങളെ വീട് ശ്രദ്ധിച്ചാൽ അറിയാം, വീടിന് ചുറ്റും നിങ്ങൾക്ക് ഒരു കോമ്പൗണ്ട് ഉണ്ടാവും, അല്ലെങ്കിൽ നിങ്ങളുടെ കോർട്ട്യാർഡ് ഉണ്ടാവും. വലിയ ഒരു ഏരിയയിലാണ് നിങ്ങളെ വീട് ഇരിക്കുന്നതെങ്കിൽ അതിന് ചുറ്റും നോക്കിയാൽ നിങ്ങൾക്ക് ഒരു കോർട്ട്യാർഡ് ഉണ്ടാവും. ചിലപ്പം ആ ഒരു വീടിന് ചുറ്റും നിങ്ങളൊരു ആ കോർട്ട്യാർഡിനെ ചുറ്റി ഒരു ചെറിയ വോൾ കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ടാകാം. ഓക്കെ, ബട്ട് നിങ്ങളുടെ പ്ലോട്ട് വളരെ വലുതാണെങ്കിൽ പുറത്തെന്താവും? കോമ്പൗണ്ട് വാൾ ഉണ്ടാവും. കോമ്പൗണ്ട് വാൾ എന്ന് പറയുന്നത് ആ ഒരു മൊത്തം ഏരിയക്ക് കൊടുക്കുന്ന വാളിനെയാണ് കോമ്പൗണ്ട് വാൾ. ബട്ട് വീടിന് ചുറ്റും നമ്മൾ ചെറുതായിട്ട് ആ ഒരു കോർട്ട്യാർഡൊക്കെ എൻക്ലോസ് ചെയ്തിട്ട് ചെറിയതായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള വാളുകൾ കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പം അതായിരിക്കും നിങ്ങളുടെ സെറ്റ് ബാക്ക് ലൈൻ. സെറ്റ് ബാക്ക് ലൈനിന് പുറത്തേക്ക് നിലവിൽ നിങ്ങൾക്ക് വേറൊരു കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസും ചെയ്യാൻ പറ്റില്ല. ആകെ പണിയാൻ പറ്റുന്നത് കോമ്പൗണ്ട് വാൾ മാത്രമാണ്. സോ ദാറ്റ് ഈസ് വാട്ട് സെറ്റ് ബാക്ക് ലൈൻസ്. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് ഓപ്പൺ സ്പേസ്. പേര് പോലെ തന്നെ ഓപ്പൺ സ്പേസ് എന്ന് പറഞ്ഞാൽ ഓപ്പൺ ആയിട്ടുള്ള സ്പേസ് ദാറ്റ് ഈസ് ഇന്റഗ്രൽ പാർട്ട് ഓഫ് ദ പ്ലോട്ട് ലെഫ്റ്റ് ഓപ്പൺ ടു ദ സ്കൈ. അതായത് ഒരു വീടിന്റെ ഫ്രണ്ട് യാർഡ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഫ്രണ്ട് സൈഡിൽ ലാറ്ററൽ ആയിട്ടും, ഡെഫിനിഷൻ വായിക്കാം. ഓപ്പൺ സ്പേസ് മീൻസ് ആൻ ഏരിയ forming an integral part of the plot left open to the sky. അതായത് സ്കൈയിലേക്ക് ഓപ്പൺ ആയിട്ടുള്ള ഒരു ഏരിയയാണ് ഓപ്പൺ സ്പേസ് എന്ന് പറയുന്നത്. ഫ്രണ്ട് യാർഡ് എന്ന് പറഞ്ഞാൽ നിങ്ങളെ ഫ്രണ്ടിലുള്ള മുറ്റം. മീൻസ് an open space extending laterally along the front side. ഫ്രണ്ട് യാർഡ് എന്ന് പറയുന്നത് ഫ്രണ്ട് സൈഡിലേക്കുള്ള സ്പേസ്, ഓപ്പൺ സ്പേസ്. റിയർ യാർഡ് എന്ന് പറയുന്നത് ബാക്ക് സൈഡിലുള്ള ഒരു, ഇപ്പം നിങ്ങൾ വീട് കൺസിഡർ ചെയ്യുക. വീടിന്റെ ഫ്രണ്ടിൽ നിങ്ങൾ ഇറങ്ങുമ്പോൾ വീടിന്റെ ഫ്രണ്ടിൽ ഒരു മുറ്റം ഉണ്ടാവില്ലേ, അതിനെ നിങ്ങൾ ഫ്രണ്ട് യാർഡ് എന്ന് പറയാം. അതേ വീടിന്റെ ബാക്ക് സൈഡിൽ കുറച്ച് മുറ്റം ഉണ്ടാവില്ലേ, ആ കോർട്ട് യാർഡിനെ എന്ത് പറയാം? റിയർ യാർഡ് എന്ന് പറയാം. ആൻഡ് രണ്ട് സൈഡിലുള്ള ഓപ്പൺ സ്പേസിനെ സൈഡ് യാർഡ് എന്ന് വിളിക്കും.
ഓപ്പൺ സ്പേസ് എന്ന് പറഞ്ഞാൽ ഓപ്പൺ ആയിട്ടുള്ള ഏരിയ. അതൊരു വീടിന് 4 തരത്തിലുള്ള ഓപ്പൺ സ്പേസ് ഉണ്ട്. ഫ്രണ്ട് യാർഡ്, റിയർ യാർഡ് ആൻഡ് സൈഡ് യാർഡ്. ഫ്രണ്ട് യാർഡ് ഫ്രണ്ടിലുള്ളത്, റിയർ എന്ന് പറയുന്നത് ബാക്ക് സൈഡിലുള്ള ഏരിയ, ആൻഡ് 2 സൈഡിലുള്ള ഏരിയന് സൈഡ് യാർഡ്സ് എന്ന് പറയും. ഓക്കെ. ദെൻ പ്ലോട്ട് ഏരിയ എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ നിങ്ങളുടെ പ്ലോട്ടിന്റെ ബൗണ്ടറീസിനകത്ത് വരുന്ന ഏരിയ ആണ് പ്ലോട്ട് ഏരിയ. ഏരിയ എൻക്ലോസ്ഡ് ബിറ്റ്വീൻ പ്ലോട്ട് ബൗണ്ടറീസ്. ഓക്കെ ആണോ? ടെർമിനോളജീസ് എന്തൊക്കെയായിരുന്നു? പെർമിറ്റ്, സൈറ്റ്, സെറ്റ് ബാക്ക് ലൈൻ, ഓപ്പൺ സ്പേസ് ആൻഡ് പ്ലോട്ട് ഏരിയ.